ഇന്ന് നമുക്കൊരു കിടിലൻ ഉപ്പേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ താരം. നമ്മുടെ നാട്ടിൽ തന്നെ കർമൂസ, കപ്പക്ക എന്നൊക്കെ പറയും. ശരിക്കുള്ള സംഭവം എന്ന് വെച്ചാൽ പപ്പായ. അപ്പോൾ ഇതെടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. നമ്മൾ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഇതിൽ വൈറ്റമിൻ ഇ മുതൽ സെഡ് വരെ ഉണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. കപ്പക്ക എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി, പിന്നെ നമ്മൾ ചുട്ടുപ്പി ഉള്ളതുകൊണ്ട് ആകെ ഒറ്റൊരു ചില്ലി മാത്രം ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ ഒരു ഗ്രീൻ ചില്ലിയും കൂടെ എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ ശേഷം നമ്മളിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. വളരെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത ആളായ ഉള്ളി, ഞാൻ നമ്മുടെ ഉള്ളിയിൽ നിന്ന് പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഉള്ളി എനിക്കിവിടെ ബാക്കി ഫ്രിഡ്ജിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളക്, അതും കൂടെ ആഡ് ചെയ്യണം. അത് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെയായാലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പരിപാടി കഴിഞ്ഞു. ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇതെല്ലാം കൂടെ എടുത്ത് നമ്മുടെ കപ്പക്കയിലേക്കിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. കുറച്ച് സമയം ഒന്ന് പിടിച്ചോട്ടെ, അന്നായാലും കൂടുതൽ ടേസ്റ്റും കിട്ടും. പിന്നെ നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് അങ്ങോട്ട് പൊട്ടിക്കുക. കടുവറ കടുവറ കടുവറ, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു അലങ്കാരത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഒന്ന് രണ്ടും കൂടെ സെറ്റായി വരുമ്പോഴേക്കും നമ്മുടെ കപ്പക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിപ്പിക്കും കേട്ടോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം കരിഞ്ഞു പോയി. പക്ഷേ ഇല്ല, ഒന്നും സംഭവിച്ചില്ല. അതിനിതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് വേവുള്ള സാധനമാണ് ഈ കപ്പക്ക എന്ന് പറയുന്നത്. ഞാൻ പക്ഷേ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അടച്ച് വെച്ച് നമ്മൾ ആ ഒരു സിമ്മ് തീയിൽ തന്നെ നല്ലപോലെ വെന്ത് വന്നോളും. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കി ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട്, അല്ലെങ്കിൽ ചിരകിയ തേങ്ങ കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് പിന്നെയും നമ്മൾ നല്ലപോലെ ഇളക്കി പിന്നെ നന്നായിട്ട് കുറച്ചും കൂടെ ഒന്ന് മൂടി വെച്ച് നല്ലപോലെ വേവിപ്പിച്ചെടുക്കണം. അപ്പോൾ പരിപാടി കഴിഞ്ഞു. സാധനം റെഡി ആയിട്ടുണ്ട്.